നമ്മളെല്ലാവർക്കും നമ്മളിതുവരെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത കുറച്ച് വൈകല്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കും? നിങ്ങൾ വിശ്വസിച്ചാലോ ഇല്ലെങ്കിലും അങ്ങനെ കുറച്ച് വൈകല്യങ്ങളുണ്ട് എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും വൈകല്യങ്ങളല്ല. നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചിന്താ വൈകല്യങ്ങൾ എന്ന് വിളിക്കാം. കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ന്യായ വൈകല്യങ്ങൾ എന്ന് വിളിക്കാം. ഇതിനാണ് ഇംഗ്ലീഷിൽ ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുന്നത്. എന്താണ് ലോജിക്കൽ ഫാലസീസ്? നമ്മുടെ ചിന്തയിൽ അല്ലെങ്കിൽ നമ്മുടെ ലോജിക്കൽ റീസണിങ്ങിൽ വരുത്തുന്ന കുറച്ച് മിസ്റ്റേക്കുകളാണ് അല്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളാണ് ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഫാലസീസ് എന്നാൽ പലതരമുണ്ട്. നമുക്ക് രണ്ട് രീതിയിൽ ബ്രോഡായിട്ട് ഇതിനെ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഫോമൽ ലോജിക്കൽ ഫാലസീസ്, മറ്റത് ഇൻഫോമൽ ലോജിക്കൽ ഫാലസീസ്. അപ്പോൾ ഇതിൽ ഈ ഫോമൽ ലോജിക്കൽ ഫാലസീസ് എന്ന് പറയുന്നതിനെ നമുക്കിപ്പോൾ തൽക്കാലം എടുത്തങ്ങ് മാറ്റി നിർത്താം. ഇൻഫോമൽ ലോജിക്കൽ ഫാലസീസിനെ കുറിച്ചാണ് നമ്മൾ ഈ സീരീസിൽ സംസാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പലതരം ഇൻഫോമൽ ലോജിക്കൽ ഫാലസീസ്? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇൻഫോമൽ ലോജിക്കൽ ഫാലസി നമ്പർ 1, അപ്പീൽ ടു അതോറിറ്റി. ഇതൊരു എക്സാമ്പിൾ എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ഒരു ഹെയർ ഓയിൽ വിൽക്കാൻ വരികയെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ വീട്ടിൽ വിൽക്കാൻ വരുന്ന ആളുകളൊക്കെ അവരുടെ പ്രോഡക്റ്റിനെ കുറിച്ച് വാദപരമായി സംസാരിക്കും. അതിങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ വന്നിട്ട് ഇതുപോലെ ഹെയർ ഓയിലിനെ കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നു, ഇത് ഭയങ്കരമായ ഒരു ഹെയർ ഓയിലാണ്, ഇത് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ജീവിതത്തിൽ മുടി കൊഴിച്ചിലുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഷണ്ടി ഉണ്ടാവില്ല, നെറ്റി കയറില്ല തുടങ്ങിയ സകലമാന അവകാശവാദങ്ങളും പറയുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കുകയാണ്, ഓക്കെ ഇത് എന്താണ് ഇതിന് തെളിവുള്ളത് നമ്മൾ ചോദിക്കുമ്പം പുള്ളി അതിന് മറുപടിയായിട്ട് പറയുകയാണ്, ഇത് മമ്മൂട്ടി, മോഹൻലാൽ അല്ലെങ്കിൽ വലിയ വലിയ IAS ഓഫീസേഴ്സ്, IPS ഓഫീസേഴ്സ്, മന്ത്രിമാർ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകൾ ഒക്കെ ഇത് യൂസ് ചെയ്തിട്ട് സൂപ്പറാണ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളൊക്കെ ഇത് എഴുതി തന്നിട്ടുണ്ട്, ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി ഭയങ്കരമായിട്ട് വളരും അല്ലെങ്കിൽ മുടി താഴ്ച വളരും എന്നൊക്കെ അവർ എഴുതി തന്നിട്ടുണ്ട്, അവർ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓക്കെ സയൻറ്റിസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ ഇത്രയും വലിയ അറിവുള്ള IAS, IPS അല്ലെങ്കിൽ ഇത്രയും വലിയ സിനിമാ നടന്മാരൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത് ശരിയായിരിക്കുമല്ലോ എന്ന് നമുക്ക് തോന്നാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ക്ലാസിക്കൽ കേസ് ഓഫ് ലോജിക്കൽ ഫാലസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ശരിക്കും കമ്മിറ്റ് ചെയ്തത്? നമ്മളിതിൻ്റെ എവിഡൻസ് ആക്ച്വലി നോക്കാതെ ഇത് സത്യമാണ് എന്ന് വളരെ വലിയ പൊസിഷനിലിരിക്കുന്ന കുറച്ച് ആളുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള അറിവുള്ള കുറച്ച് ആളുകൾ പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം ഇത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു ഫാലസിയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നാം, ഓക്കെ ഇങ്ങനൊരു കേസിൽ ആരാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുക? അതായത് ഇത്രയും വലിയ ആളുകൾ യൂസ് ചെയ്തതാണ് എന്നൊക്കെ പറഞ്ഞാലും കാശ് കൊടുത്ത് ഇത് ആര് മേടിക്കാനാണ് എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഞാൻ മേടിക്കില്ല എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഒരു സിനാരിയോ ആലോചിക്കുക. ഒരാൾ നിങ്ങളടുത്ത് വന്നിട്ട് പറയുകയാണ്, അയാൾ ഒരു വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന ഒരാളാണെന്ന് കരുതിക്കോ. അയാൾ നിങ്ങളടുത്ത് പറയുകയാണ്, ദൈവമുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു എന്ന് പുള്ളി പറയുകയാണ്, അല്ലെങ്കിൽ ശാസ്ത്രം എന്നെ തെളിയിച്ചതാണ് എന്ന് പുള്ളി പറയുകയാണ്. അപ്പോൾ നമ്മളിത് കേൾക്കുമ്പോൾ ഓക്കെ എന്താണ് തെളിവ്? ഞാൻ ഇതുവരെ അങ്ങനെ തെളിവൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതറിയാം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളി പറയുന്നു, അത് ആൽബർട്ട് ഐൻസ്റ്റൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ദൈവമില്ലാതെ എങ്ങനെ ഈ ലോകം ഉണ്ടാകുന്നു എന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പുള്ളി പറയുകയാണ്. അതാണ് അതിൻ്റെ തെളിവ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ആക്ച്വലി പുള്ളി അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് ഇതിനുള്ളൊരു തെളിവ് പോലെ പുള്ളി അത് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ സ്വാഭാവികമായിട്ട് തോന്നാം, ഓക്കെ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെ ഇത്രയും വലിയൊരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഇത്രയും ശാസ്ത്രമേഖലയിൽ ഇത്രയും കോൺട്രിബ്യൂഷൻസ് ഉള്ള ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് അങ്ങനെ പറയണമെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കാര്യമില്ലേ, അല്ലെങ്കിൽ അത് ശരിയാകാനുള്ള ചാൻസ് ഇല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നാം. ഇതും ഒരു അപ്പീൽ ടു അതോറിറ്റിയാണ്. നിങ്ങളവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത് ഒരു തിയററ്റിക്കൽ ഫിസിസ്റ്റ് ആയിരുന്നു. തിയററ്റിക്കൽ ഫിസിക്സിൻ്റെ മേഖലയിൽ പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ അൺപാരലൽഡാണ്, അതിൽ ഒരു സംശയമില്ല. പക്ഷേ മറ്റേ ക്ലെയിം എന്താണ്? അതൊരു മെറ്റാഫിസിക്കൽ ക്ലെയിമാണ്. അതായത് ദൈവമുണ്ട് എന്നുള്ളത് ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു ക്ലെയിമാണ്. അപ്പോൾ ഒരു മെറ്റാഫിസിക്കൽ ക്ലെയിമിനെ ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റിന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഓക്കെ മെറ്റാഫിസിക്കലായിട്ടുള്ള ഒരു ക്ലെയിമിന് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് വേറെ വിഷയമാണ്. പറ്റില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല ഇവിടുത്തെ പ്രശ്നം. ആൽബർട്ട് ഐൻസ്റ്റൈൻ എന്ന് പറയുന്ന തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ഇങ്ങനൊരു കാര്യത്തിനെ എൻഡോഴ്സ് ചെയ്തു എന്ന് പറയുന്നത് വഴി അത് ഇതിനുള്ള തെളിവാകുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട മാറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് വേറെ സിനാരിയോ കൂടെ ഉണ്ട്. അതായത് എന്തെങ്കിലും ഇതുപോലുള്ള ഒരു വൈൽഡ് ക്ലെയിം പറയുന്നത് ആ മേഖലയിലെ തന്നെ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നേരത്തെ പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആ പറഞ്ഞ മേഖലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളായിരുന്നു. എന്നാൽ ആ മേഖലയുമായിട്ട് വളരെയധികം ബന്ധമുള്ള അല്ലെങ്കിൽ അതിൽ എക്സ്പേർട്ടായിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഇങ്ങനെ പറഞ്ഞാലും ഇത് പ്രോപ്പർ എവിഡൻസ് ആവുന്നുണ്ടോ ഇല്ലയോ? ഇല്ല എന്നുള്ളതാണ് സത്യം. അതായത് ഒരാൾ കേവലം ഒരു കാര്യം വെറുതെ പറഞ്ഞു എന്ന് കരുതി ഒരു കാര്യത്തിനുള്ള എവിഡൻസ് അതാവുന്നില്ല. എവിഡൻസ് ഈസ് എവിഡൻസ്, അത് വേറൊരു സെപ്പറേറ്റ് സാധനം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഇതൊരു 3 സ്റ്റെപ്പ് പ്രോസസ്സായിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് വളരെ സിമ്പിളായിട്ട് പറയാം. അതായത് സ്റ്റെപ്പ് നമ്പർ 1,
ഈ കാര്യം പറയുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സോ കോൾഡ് അതോറിറ്റി, ഒരു കാര്യം ശരിയാണെന്ന് പറയുന്ന ആ അതോറിറ്റി ഏത് വിഷയത്തിൽ അല്ലെങ്കിൽ ഏത് ഫീൽഡിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1 എന്ന് പറയുന്നത്, ആ ആൾ ഈ പറയുന്ന വിഷയത്തിൽ തന്നെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ആളാണ് എന്നുണ്ടെങ്കിൽ, ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു പോയിന്റ് കൊടുക്കാം. അതായത് ചിലപ്പോൾ ഇയാൾ പറയുന്നത് സത്യമാകാൻ ചാൻസ് ഉണ്ട്, സത്യമാണെന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല, എന്നാലും സത്യമാകാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു പോയിന്റ് നമുക്ക് അവിടെ കൊടുക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് പൊട്ടൻഷ്യൽ ബയാസസ് നോക്കാം. അതായത് ഈ പറയുന്ന വ്യക്തിക്ക് ഈ ക്ലെയിം ശരിയാണെന്ന് സ്ഥാപിച്ചത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു ബയാസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബയാസ് ഈ വ്യക്തിക്ക് ഈ പറയുന്നൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞത് കൊണ്ടുണ്ടോ അല്ലെങ്കിൽ തെറ്റാണ് എന്ന് സ്ഥാപിച്ചത് കൊണ്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു ബയാസ് ഉണ്ടെങ്കിൽ ആ ബയാസിനെ വെച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യത്തെ ഒരു സംശയത്തിന് നിഴലിൽ നടത്താം. ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഇവാലുവേഷന് നമുക്ക് ഒരു പോയിന്റ് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം. ഇനി മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ കാര്യത്തെക്കുറിച്ച് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ള കൺസെൻസസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഒരാൾ ഈ പറഞ്ഞ ക്ലെയിം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിൽ പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ഫാക്റ്റിന് നേരെ എതിരായിട്ടുള്ള ഒരു കാര്യമാണോ അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എല്ലാ കേസുകളിലും അർഹിക്കുന്ന അവഗണനയോടെ നമുക്കതിനെ തള്ളിക്കളയാവുന്നതാണ്. കാരണം സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലുള്ള മെജോറിറ്റി സയൻറ്റിസ്റ്റുകളും ഒരു കാര്യം പറയുന്നു, ഈ ഒരാൾ മാത്രം വന്നിട്ട് അല്ലെങ്കിൽ 1-2 പേര് വന്നിട്ട് നേരെ എതിരായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല, ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ഫാക്റ്റ് എന്ന് പറയുന്നു. മിക്കവാറും മെജോറിറ്റി കേസുകളിലും സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയിലെ കൺസെൻസസിലുള്ള കാര്യമാണ് ശരിയാവുക എന്നുള്ളതാണ് സത്യം. നമ്മൾ മിക്കവാറും ഈ ഫാക്റ്റുകൾക്കെതിരായിട്ടുള്ള ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഫാക്റ്റുകൾക്കെതിരായിട്ട് ഒറ്റതിരിഞ്ഞൊക്കെ പറയുന്ന ആളുകൾക്കൊരു ഹീറോയിക് പരിവേഷം കിട്ടാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്കൊരു പോപ്പുലാരിറ്റി ഒക്കെ ചിലപ്പോൾ കിട്ടാറുണ്ട്. പക്ഷേ അതുകൊണ്ട് അത് സത്യമാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളാണ് നമുക്ക് ഒരു സാധാരണ മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ലെയ്മാൻ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഇനി ഇതല്ല, നിങ്ങളൊരു ഭയങ്കര ഒരു പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് റിസർച്ചൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പോയിട്ട് എവിഡൻസ് റീഡ് ചെയ്തിട്ട് വായിച്ച് മനസ്സിലാക്കി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജേർണൽസിൽ പോയിട്ട് പബ്ലിക്കേഷൻസ് വായിക്കാം. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങളുടേതായിട്ടുള്ള കൺക്ലൂഷൻസ് ഉണ്ടാക്കാം. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഫോം ചെയ്യാം. ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ മെജോറിറ്റി ആളുകളും ഇതിന് തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് ഇതിനുള്ള സമയവും സൗകര്യവും ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളത് കൊണ്ട് നമുക്കെല്ലാവർക്കും വയബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് എന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ നമുക്കെല്ലാവർക്കും ചെയ്യാവുന്നത് നേരത്തെ പറഞ്ഞ 3 പോയിൻറ്റ്സ് വഴി നമുക്കൊരു കാര്യത്തിന് ഇവാലുവേറ്റ് ചെയ്യുകയും മെച്ചപ്പെട്ട ഒരു ഡിസിഷനിലേക്ക് അല്ലെങ്കിൽ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയും ചെയ്യാം. അങ്ങനെ ചെയ്തു എന്ന് കരുതി 100% ശരിയായിട്ടുള്ള ഒരു കാര്യം നമുക്ക് കിട്ടും എന്ന് ഞാൻ പറയുന്നില്ല. അതൊരു ഗ്യാരണ്ടി ഒന്നുമല്ല. എന്നാലും മെച്ചപ്പെട്ട ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. അപ്പോൾ ഇതാണ് അപ്പീൽ ടു അതോറിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ട് കിട്ടി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.